ഹലോ ഗൈസ്, അപ്പോൾ പുഷ്പ 2 യെസ്. അപ്പോൾ നമ്മള് തിയേറ്ററിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ നോർമലി അല്ലേ ആടെ നിന്ന് എടുക്കല്, പക്ഷെ ആടെ തിരക്ക് പോകുന്നില്ല. ഒരു ഭാഗത്ത് എന്തോ പണി നടക്കുന്നതുകൊണ്ട് സാധാരണ എടുക്കുന്ന സ്ഥലത്ത് ഇപ്പറ സൈഡാണെങ്കിൽ ഫുള്ള് വണ്ടി വെച്ചിട്ട് പിന്നെ ആടെ ആള് പോകുന്നില്ല. വണ്ടി എടുത്ത് ഒന്നാമത് ഷോയുടെ ടൈം ആണെങ്കിലും മാറ്റമുണ്ട്. ഇപ്പൊ നമ്മ പോയത് രാവിലെ ഒരു ഷോ 4 മണിക്കത്തെ ഫാൻ ഷോ, പിന്നെ 8 മണിക്കാണ്, 10:30 തില്ല, പിന്നെ 12 മണിക്കാണ്. പിന്നെ 8 മണിക്ക് ഇറങ്ങിയിട്ടൊന്നും പോകാനൊന്നും കഴിയ അല്ലേ, ഇല്ലെങ്കിൽ രാവിലെ ഒന്നും എണീക്കയില്ല. അപ്പം പുഷ്പ 2 കണ്ടു. വാട്ട്സ് ഒപ്പീനിയൻ ബ്രോ? വളരെ നല്ലൊരു പടം. പക്ഷെ ഞാൻ റിവ്യൂ അല്ല, ഇങ്ങനെ ഊക്കി വിടുന്നു. ഓനെ പറയുന്നേക്കുമ്പോഴേ തിരിയോ എന്തോ ഒരു ഇത് പറയുന്നതാണ്. കാരണം ഒന്നും നല്ലത് പറയുന്നില്ല. ചിലവര് പറയുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് നല്ല, സെക്കൻഡില്. അപ്പൊ ഞാൻ ആ ഒരു എക്സ്പെക്ടേഷൻ ഇങ്ങനെ ഇരുന്നു. ചിലപ്പോ ഇതാവും. ഇവനോട് പറഞ്ഞില്ലേ, ഞാൻ കണ്ടേന്ന് പറഞ്ഞല്ലേ, ഞാൻ ഒരു മൈൻഡ് വരണ്ടാന്ന് വെച്ചിട്ട് മിണ്ടിയിട്ട ബ്രോ ഇതെല്ലാം വീഡിയോ എടുക്കുമ്പോ ഓരോ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പടം ഒരു പഴയ അല്ലെ, പുഷ്പ 1 നോക്കുന്ന ഒരു പാവപ്പെട്ട ഒരു അല്ലെ, ഇത് കുറച്ച് വളരുന്ന പുഷ്പ. ഇത് വളർന്നു കഴിഞ്ഞിട്ട് പിന്നെ വേറെ ലെവൽ, ഒരു സ്റ്റേറ്റ് ഒക്കെ സ്വന്തമായിട്ട് വാങ്ങാൻ വേണ്ടി പറ്റുന്ന പവർ. മറ്റേ പുള്ളി അങ്ങനെ പറഞ്ഞ ഡബ് ചെയ്യുന്നത് എന്നാള് പേര് അറിയില്ല, ഡയറക്ടർ അല്ലേ? അതുപോലെ ശരിയാ പടം അല്ലെ, എന്നൊന്നും പറയാത്തെ നല്ല പടം. വേറൊന്നും പറയില്ലേ? എനിക്ക് ലക്ഷ്മിയെ കുറിച്ചൊന്നും പറയാണ്ട് പറഞ്ഞ. രശ്മി എന്നാ കളിച്ചു കൂട്ടും ആകെ അതിൽ ഇറിറ്റേറ്റ് ആവുന്ന ഓളെ മാത്രം, ചില സീൻ മാത്രം. അല്ലാന്ന് ഇവനിടാ സീരിയസ് ആയിട്ട് മറ്റേ മാസം ആരോഗ്യം പറയുമ്പോ ഇവള് ഇടാ. അതൊന്നും നോക്കീന് നമ്മ കണ്ടിട്ടൊന്നുമില്ല. ബാക്കിൽ ബ്ലറായിട്ട് നിക്കുന്നു. ഇവിടെ മെയിൻ സംഭവം എന്തോ പറയുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണെന്ന് ബാക്കിൽ ഇങ്ങനെ വായോണ്ടല്ലോ കളിക്കുന്നു, മറ്റേ റീലെല്ലാം കളിക്കുന്നു. ചിലപ്പോ തിന്നിട്ടെ വന്നായിരിക്കും, വായിൽ നിന്ന് കുടുങ്ങിട്ടുണ്ടോ ചിലപ്പോ. സൈഡിൽ നിർത്തിട്ട് ശിവ മറ്റേ സീരിയസ് ആയിട്ട് ആരോഗ്യം പറയാന്ന്, ഇപ്പുറത്ത് ഇവിടുന്ന് ഇടുന്നു ഇങ്ങനെ എന്തെല്ലോ കളിക്കുന്നത്. അതൊരു 2-3 മിനിറ്റ് ഉണ്ട് അത്. പിന്നെ ഇവളെ ഒരു പെർഫോമൻസിന്റെ ഒരു സീൻ ഉണ്ട് അല്ലേ, ദുരന്തം. അത് കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് അത് ഇഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടമല്ല ഇതൊന്ന് പണ്ട് ഇവനിഷ്ടം. നമുക്ക് മറ്റേ പുഷ്പയോ മറ്റേ 1-ലും അങ്ങനെ ഉണ്ടായിരുന്നു. ഇവളെ മാത്രം കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട്. കുഴപ്പമൊന്നുമില്ല. ആ ഒരു കണ്ടിന്യൂറ്റി തോന്നുന്നുണ്ട് അല്ലേ നമുക്ക്. ഒരു കുറെ കൊല്ലത്തിന് ശേഷം ഇറങ്ങുന്ന പടമാണല്ലേ, ആ പഴയതുപോലെ തന്നെ തോന്നുന്നുണ്ട്. എല്ലാവരും ലുക്ക് ആണെങ്കിലും പക്ഷെ കുറച്ച് റിച്ച് ആയി. പുഷ്പ പഴയതാണെങ്കിൽ ഒരു ഫുള്ള് എപ്പോഴും അല്ലെ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട്, ഇപ്പൊ ഫുള്ള് കളർഫുള്ള്. കത്തിയാ പോലും അല്ലെ, തീ വന്നാ പോലും കത്താത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് പുഷ്പ. പടം കണ്ടവർക്ക് ആ ട്രെയിലറിലുണ്ട് ഇത്. ട്രെയിലറിലുണ്ട് അല്ലെ, ട്രെയിലറിലെല്ലാം ഉണ്ട്. പിന്നെന്താണ്, പിന്നെ പക്ഷെ ലാസ്റ്റ് ഫൈറ്റ് ഉണ്ട്. അത് വേറെ സാധനം. അതൊരു പോലത്തെ ഫൈറ്റ്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അത് എങ്ങനെയാണെന്ന്. എന്നാലും അതൊരു, പക്ഷെ ആ ഒരു ക്ലൈമാക്സ് പോകുമ്പോ നമ്മ വിചാരിക്കുന്ന ക്ലൈമാക്സ് അല്ല അല്ലെ മെയിൻ. അത് പറയണ്ട അല്ലേ, പറഞ്ഞ പോകും. പക്ഷെ ഇങ്ങനത്തെ ഒരു നമ്മ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനത്തെ ക്ലൈമാക്സിലേക്ക് പോകും. ഒരു എന്താ പറയാ, ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ല ഫ്ലോ. ഇത് ഒരു 3 ഉണ്ട് അനൗൺസ് ചെയ്തിന്. അതുണ്ട്, അത് ഇതിൽ കാണിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു മെയിൻ ലീഡ് ഒന്നും ഇല്ല. അത് മെയിൻ ഇട്ടത് വെറും ഊളത്തരം ലാസ്റ്റിലേക്ക്. മെയിൻ എന്നാ നമ്മ എല്ലാം കഴിഞ്ഞ് പോകുന്ന പറയുമ്പോ ഈ സാധനം വന്ന് ഇടും. അപ്പൊ ഒരുമാതിരി മറ്റേ ഇത് അല്ലെ, ഇത്ര സമയം ഉണ്ടായ ഒരു ഇതൊക്കെ പോയിട്ട് വെറുതെ ഇനിയിപ്പോ 3 വരുന്നുണ്ട്. അത് നോക്കണ്ട, അത് പോയി. എന്നാ ഫസ്റ്റിലൊരു സംഭവം വരുന്നുണ്ട്. അത് KGF ആണെങ്കിലും 2 ഇറങ്ങുമ്പം ഇനി 3 അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും 3 ഉണ്ടാവണം. നമുക്കൊരു അനൗൺസ് ചെയ്തിന് നല്ലത് ആ ബുക്കിലുണ്ടായി. പക്ഷെ 3 ഉണ്ടാവണം നമുക്കൊരു തോന്നലുണ്ടാവില്ലേ, ഇതിന്റെ ഒരു 3rd പാർട്ട് വേണം. പക്ഷെ അത് ആ ഒരു തോന്നൽ ഇതിനില്ല. ഇന്നലെ ഫൈറ്റ് ലാസ്റ്റത്തെ എത്രയോ ഒരു അരമണിക്കൂർ ഉണ്ടോ നല്ലത്? ഒരു അരമണിക്കൂറൊന്നുമില്ലേ? എന്നാലോ കൊറേ ഉണ്ട്. ഓടിച്ച എന്തല്ല പറഞ്ഞു പോയി നിങ്ങൾക്ക്. ആ ഫ്ലോ ഒരു ആനിമൽ എല്ലാം ഫൈറ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ. അതിന്റെ മുമ്പേ ഫസ്റ്റ് ഇത് അനൗൺസ് ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു വീഡിയോ ഉണ്ടായിന്, ഒരു പ്രൊമോ പോലെ. അതായത് ഈ TV കാണിക്കുന്നത് ഈ പുഷ്പ പോകുമ്പോ പുലിയായിട്ട് തിരിഞ്ഞു നോക്കുമ്പോ ആ പുഷ്പനെ കണ്ടോണ്ട് പുലി, ആ ഒരു സംഭവം ശരിക്കും അതിലുണ്ട്. അതല്ല നമുക്കത് തോന്നും. ഇനി പുലി വന്നാലും
പുഷ്പ ഉണ്ടെങ്കിൽ പുലി പേടിച്ച് പോവും. ആ ഒരു പവർ സാധനം, ആ ഒരു പവർ സാധനം ഉണ്ട്. അതെ, സംഭവം കിട്ടില്ല. വേറെ ബാക്കിയെല്ലാം പാട്ട് ഇങ്ങനെ ഇടക്കിടക്കേ വരും. ചില പാട്ടൊക്കെ ഒരു കണക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ ചിലതെല്ലാം ഒന്ന് കഴിഞ്ഞു പിന്നെ ഒരു ഡയലോഗ് കഴിഞ്ഞാൽ അടുത്ത പാട്ട്. ആ പാട്ടാണെങ്കിൽ കേട്ടിരിക്കാനും പറ്റാത്ത പാട്ട് ചില പാട്ട് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോ. മലയാളത്തിലെ മെയിൻ പാട്ടും അങ്ങനെ കൊമേഴ്ഷ്യൽ പടം പാട്ടും. എന്നാലും പുഷ്പ വണ്ണിത്തെ നല്ല പാട്ടല്ലുണ്ടായത്. ഇതില് നോക്കുമ്പോ അങ്ങനെ അത്ര നല്ല പാട്ട് ഒന്നുമില്ല. മെയിൻ മറ്റേ ഐറ്റം ഡാൻസ് പോലും പഴയന്റെ അത്ര എനക്ക് തോന്നിയിട്ടില്ല. പഴയതാന്നുണ്ടായി രശ്മിക്ക് അല്ല സമന്തേരെ ഓർമ്മയില്ല. എന്താ ആ പാട്ട് അല്ല ഒരു ചില പാട്ട് രസം, ചില ഡാൻസ് എല്ലാം എന്തോ എടുത്തിട്ട് അല്ലേ, ഡാൻസ് കളിക്കുന്നതിന് എന്തോ ഒരു ഇതില്ലാത്ത പോലത്തെ എല്ലാം ഡാൻസ് ആണ്. ബാക്കിയെല്ലാം അതെല്ലാം മാറ്റി വെച്ചാല് ബാക്കിയെല്ലാം കിട്ടില്ല. കൊറേ നെഗറ്റീവ് റിവ്യൂസ് എല്ലാം വരും. അത്രയും ഇപ്പൊ നമ്മ ഇത്രയും നെഗറ്റീവ് നമ്മ പറഞ്ഞാലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊന്നും പടത്തിൽ ഫീൽ ചെയ്യില്ല. ഇല്ല, അത് ഞാൻ പറഞ്ഞ ആദ്യം ആ നെഗറ്റീവ് ഞാൻ കണ്ടുവന്നു. ചിലപ്പോ അങ്ങനെ ആയിരിക്കും എക്സ്പെക്ടേഷൻ ഉണ്ട്, പക്ഷെ അത് തോന്നില്ല. നെഗറ്റീവ് ആണെന്നില്ല പറയുമ്പോ നെഗറ്റീവ്, അല്ലാണ്ട് ആ പടത്തിൽ കാണുമ്പോ ഇതെല്ലാം അല്ലെ. ഇതിപ്പോ ഈ ഒരു പോയിന്റ് നെഗറ്റീവ് തോന്നിയാൽ അത് ചെയ്തു അല്ലെ, അടുത്ത സീനിൽ റെക്ടിഫൈ ചെയ്തു അല്ലെ. അത് മറന്നു പോവാ നെഗറ്റീവ് ആണ്. എന്തിന് ഫസ്റ്റത്തെ ഒരു സീൻ ഉണ്ട്, അതായത് ഇൻട്രോ സീൻ. അതെന്തിനാന്ന് പോലും അറിയില്ല. അത് ഇപ്പൊ ആലോചിക്കുമ്പോ ഇവനൊന്നും ഓർമ്മയില്ല. അത് ഫസ്റ്റത്തെ ഇൻട്രോ സീനിലെ സംഭവം ഇതായിരിക്കും. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല, ഒരു സാധനം ഇല്ല. ആ സാധനം വെറുതെ ഇൻട്രോ എടുക്കാൻ വേണ്ടി എടുത്താൽ അങ്ങനെയാണ്. ഫൈറ്റ് എല്ലാം വേറെ സംഭവം. ഫൈറ്റ് എല്ലാം ഇങ്ങനെ അല്ലേ, എല്ലാ ഫൈറ്റും കിട്ടുന്ന സാധനമാണ്. അവസാനത്തെ ഏറ്റവും അടിപൊളി. പിന്നെ ഫുള്ളായിട്ട് ഫഹദ് ഫാസിൽ വരുന്നുണ്ട്. ലാസ്റ്റിലേക്ക് ഫഹദിനെ കാണുന്നില്ല അല്ലെ, അങ്ങനെ കൊടുത്തിന്. ലാസ്റ്റ് ഫഹദ് ഇല്ല. അത് കൂടുതൽ അറിയുന്നില്ല. പക്ഷെ ആദ്യം തൊട്ടേ ഇവർ രണ്ടാളും വരുന്ന സീനെല്ലാം വേറെ ലെവലാണ് അല്ലേ. ഫസ്റ്റ് ആയിട്ട് കാണുന്ന പുഷ്പിയും അല്ലെ ഫഹദിനെ ഫസ്റ്റ് കാണിക്കുന്നത് കിടില സീനാണ്. മനസ്സിലാവൂല അങ്ങനത്തെ ഒരു സീനും ആൾക്കാരുണ്ട് മറ്റേ ബാക്കിന്ന് കൂക്കുന്നേ. ഞാൻ വെച്ച് ഇതാരുടെ ഇത്രയും വലിയ ചങ്ങായി തെലുങ്കിൽ താരമാണ് ഓർമ്മയുണ്ട്. അപ്പൊ കണ്ട് പകുതി പിന്നെ നോക്കുമ്പോ പകുതി തിരിയുന്നില്ല. അത് പകുതിന് അത്യാവശ്യം നല്ല റോൾ കിട്ടിയിട്ടുണ്ട്, നല്ലോണം നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് എല്ലാം. പക്ഷെ ഒരു എന്നാലും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പഴയ ആ ഒരു ടൈപ്പ് തന്നെ. ഇടയ്ക്ക് പുഷ്പ ഒന്നും മിണ്ടാതിക്കും അല്ലെ, പകുതിന് പേടിയില്ല പോലെ. പുഷ്പ വണ്ണിൽ അങ്ങനെ ഈലും അതുപോലെ തന്നെ ഏകദേശം ആ ഒരു സംഭവം തന്നെ. ഒരു എത്ര വലുതായാലും പകുതിനെ കാണുമ്പോ ഒരു ഇതുണ്ട് അല്ലെ. അങ്ങനത്തെ ഒരു കിടലൻ പടം വേറെ പോയി കാണാം. അത്യാവശ്യം നല്ല അല്ലേ, ആ കൊടുത്ത ഹൈപ്പിന് പടം ഉണ്ട് ഇല്ലേ. പക്ഷെ നെഗറ്റീവ് വരുന്നുണ്ട്. അത് ഇപ്പൊ എല്ലാ പടത്തിനും നെഗറ്റീവ് എല്ലാം വരൂലേ. നെഗറ്റീവ് എങ്ങനെയാ വരുന്നത് നമുക്കറിയില്ല. പക്ഷെ അത് ഒരാൾ ഇതായിരിക്കും. ചിലപ്പോ നമുക്ക് രണ്ടാളെ ഒരു അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അതങ്ങനെ മോശം ഉണ്ടാവും. അപ്പൊ ഗായ്സ് അപ്പം അത്രേ ഉള്ളൂ അല്ലെ. അടുത്ത കൊറേ പടങ്ങൾ പ്രോപ്പർ റിവ്യൂ. സാധാരണ അങ്ങനെ വെറുതെ അപ്പൊ തോന്നിയ പറയുന്നത് അധികം പറയാൻ വിട്ടോ. പക്ഷെ ഇപ്പൊ നമ്മ അത്യാവശ്യം എന്തെല്ലാം പറയണ്ടേന്ന് അല്ലെ ഓൾറെഡി വെറുതെ റിവ്യൂ ആയിട്ട് ഇപ്പൊ പറയുന്ന റിവ്യൂ അല്ല നമ്മളെ ഇവിടെ എന്താ ഇവിടെ നമ്മ മറ്റേ പുതിയ സ്റ്റാൻഡ് പയ്യന്നൂര് വർഷങ്ങളായി പണി തുടങ്ങി പണി തീരാത്തതായ പുതിയ സ്റ്റാൻഡ് അവിടെ ഉള്ളത്. അപ്പൊ ഇനിയിപ്പം അടുത്ത വീഡിയോ കാണാം അല്ലേ. നിങ്ങളുടെ ഉപ്പിനെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മളെ ഫായിസ് ഇല്ല, ഫായിസിനെ കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് അതിന് കമന്റിലല്ലോ. ഫായിസ് കൂടെ ഫായിസ് 1 മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം ഇനി വരും എന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞാൽ ഇനി ഫായിസ് വരൂ. അപ്പം ഫായിസ് ഇല്ല അല്ലേ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മ അടുത്ത മാസം ഫായിസ് വരും, അടുത്ത കൊല്ലം ഫായിസ് വരും. അപ്പം അതുവരെ അല്ലേ, ബൈ ബൈ.